morning all. Good morning, ma'am. Good morning, ma'am. Good morning. മാം നമ്മൾ നോട്ട് പാസ്റ്റ് മുതലുള്ള തന്നിട്ടില്ലല്ലോ. പാസ്റ്റ് മുതൽ തന്നിട്ടില്ല. ഇല്ല. ആണോ? ഞാൻ പറയാം. നാളെ അപ്ലോഡ് കേട്ടോ. ഞാൻ പറയാം. ഓക്കെ മാം. Okay. So എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? യെസ് മാം. Ma'am. റെഡി ആണ് എല്ലാവരും? യെസ് മാം, റെഡി. Good. So present clear ആണ്. ആണോ? സ്ട്രക്ചർ എല്ലാം ക്ലിയർ ആണോ? സ്ട്രക്ചർ എല്ലാം ക്ലിയർ ആയി. എല്ലാം ക്ലിയർ ആയി. ഡൗട്ട് ഒന്നുമില്ല. ഉറപ്പാണോ? ഇല്ല, ഡൗട്ട് ഇല്ല, ക്ലിയർ ആയി. ക്ലിയർ ആയി. അപ്പൊ നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ മാം. ഇതാണ് നിങ്ങൾ സബ്ജക്ട് പറയണം, വെർബും പറയാം, എന്നിട്ട് ആരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ചോദിക്കാം. ഓക്കെ മാം. റെഡിയാണോ? റെഡി. ഒരു ഗെയിം പോലെ കളിക്കാൻ. ഓക്കെ, ആരാ ചോദിക്കാം ഫസ്റ്റ്? അനു തന്നെ തുടങ്ങിക്കോ. സബ്ജക്റ്റും വെർബും പറയാ, ആരാണ് പറയേണ്ടതെന്നുള്ളത് അനു തന്നെ തീരുമാനിക്കാം. അനുവിനെ വിളിക്കാം, അനുവിന് ചോദിക്കാം. ഓക്കെ, ഫുൾ ഫ്രീഡം. ഓക്കെ മാം. സബ്ജക്റ്റ് ഹീയും വിയും. വെർബ് സ്പീക്ക്. ഏതെങ്കിലും അറിയാത്ത വെർബൊക്കെ ചോദിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത വെർബോ ഏതെങ്കിലും. ടേക്ക്. ആരോടാ ചോദിക്കുന്നേ? ഹരിത. ചോദിച്ചോളൂ, വിളിച്ച് ചോദിക്കൂ. ഹലോ ഹരിത, പറയാമോ? ഹരിത. സോറി മാം, എനിക്കിത് മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, അനു ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞോളൂ, മനസ്സിലാക്കി കൊടുക്കൂ. നമുക്ക് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ 3 ടെൻസിലേക്കും നമുക്ക് ഈ ഹീ എന്നുള്ളതും വി എന്നുള്ളതും സബ്ജക്റ്റ് ആണ്. അത് വെച്ചിട്ട് ടേക്ക് എന്ന് പറയുന്ന വെർബും കൂടെ കൂട്ടിയിട്ട് സെന്റൻസിലാക്കാനാണ് പറഞ്ഞത്. മനസ്സിലായോ? ഹരിത, ഹലോ ഹരിത, കേൾക്കുന്നുണ്ടോ? നെറ്റ് ഇടയ്ക്ക് കട്ടായി പോകുന്നു. ഓക്കെ, ഹരിത കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേറെ ഒരു ഹരിത ഉണ്ടായിരുന്നല്ലോ. ഹരിത രമേശ്. ഹരിത രമേശ് കേൾക്കുന്നുണ്ടോ? അതില് പ്രൊഫൈൽ പിക്ചർ കൊടുത്തേക്കുന്ന ഒരു വെഡിങ്ങിന്റെ ഒരു ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. ആരോടാ ഞാൻ ചോദിച്ചത്? അതെ, ഹരിത രമേശ് ആണത്. ഓക്കെ, ഹരിത എന്ന് മാത്രം ഈ സ്ക്രീൻ കാണുന്നുള്ളൂ. വിളിക്കൂ അനു, വിളിക്കൂ. ഹരിത കേൾക്കുന്നുണ്ടോ? No reply. വേറെ ആരാ?
നസീറ. സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞോട്ടെ ആദ്യം. യെസ് പറഞ്ഞു. സബ്ജക്ട് ഹീയും വിയും അല്ലേ? ഹീയും വെർബ് ടേക്ക്. ടേക്കും. സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോ ഹി ടേക്സ്, വി ടേക്സ്. ശരിയാണോ മാം? അനു പറയാം. അനു കറക്റ്റ് ആണെന്നൊക്കെ നോക്കാം. കറക്റ്റ് ആണ്. ഹി എന്ന് പറയും ഹി ടേക്സും വി ടേക്കും അല്ലേ പറഞ്ഞു? കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ ഹി ഈസ് ടേക്കിംഗ്, വി ആർ ടേക്കിംഗ്. കേട്ടില്ല. ഹി ഈസ് ടേക്കിംഗ്, വി ആർ Okay. ടേക്കിംഗ്. ശരിയാണോ? ഹി ഈസ് Hello? ടേക്കിംഗ്. വി ആർ ടേക്കിംഗ്. വി ആർ ടേക്കിംഗ്. ഓക്കെ, കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിലേക്ക് മാറുമ്പോ ഹി ഹാസ് ടേക്കൺ, വി ഹാവ് ടേക്കൺ. ടുക്ക് അല്ലേ മാം? ടേക്കൺ അല്ലേ മാം വരുന്നത്? V3 ഫോം ഏതാ? ടേക്കൺ എന്നാണല്ലോ മാം വരുന്നത് വീട്ടിൽ ഇപ്പം. ടേക്കൺ ആണ്. ടേക്ക്, ടുക്ക്, ആ. ടേക്കൺ. ടേക്കൺ. അല്ലേ? ആണോ അനു? പ്രസന്റ് ടെൻസ് അല്ലേ പറയുന്നത്? We have പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് അല്ല, പെർഫെക്റ്റ് ആണ് വരുന്നത്. ടെൻസ് പ്രസന്റ് അല്ലേ? അപ്പൊ അതിനകത്ത് ടുക്ക് വരില്ലേ? V3 ഫോം അല്ലേ വരുന്നത് ടേക്കൺ? പെർഫെക്റ്റ്ലി V3 ഫോം അല്ലേ വരാനോ? V3 ആണ്. പെർഫെക്റ്റ്ലി പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില് വെർബിന്റെ V3 ഫോം അല്ലേ വരുന്നേ? V3 ഫോം ആണ്. അപ്പൊ ടേക്ക്, ടുക്ക്, ടേക്കൺ എന്നല്ലേ വരുന്നേ? ടേക്കൺ. അപ്പൊ ഹി ഹാസ് ടേക്കൺ. We have taken. Correct ആണ്. Okay. Perfect continuous verb. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. he has been taking. We have been taking. യെസ്, കറക്റ്റ്. Okay, thank you. Correct. ഇനി നസീറ സബ്ജക്റ്റും വെർബും പറയൂ. Okay, ma'am. Subject it, they. Subject verb singing, Verb തിങ്ക്. sing. തിങ്ക് ആണോ? അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയോ? SING. സിംഗ്. പാട്ട് പാടുന്നത് ഒരു ആക്ഷൻ അല്ലേ? സിംഗ് വരില്ല. Okay, ma'am. തിങ്ക് ആണെങ്കിലോ? THINK തിങ്ക്. തിങ്ക് ആണെങ്കിൽ കുഴപ്പമില്ല. Okay, another think, THINK. ഇറ്റ് വെച്ച് ആരെയും തിങ്ക് ചെയ്യൂ. അനിമലോ തിങ്കോ ആയിരിക്കും അത്. എന്താ മാം വരുന്നത്? വെർബ് ഏതാ മാം വരുന്നത്? തിങ്ക് വരും. ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു അനിമലോ എന്തെങ്കിലും ഒരു വസ്തുവോ ആയിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വെർബ് കൊടുക്കും. മാം കാറ്റ് അനിമലിന്റെ പേര് കൊടുത്താ പോരെ? മതി, അതായത് മതി. ഓക്കെ, അപ്പൊ കാറ്റ്. അപ്പൊ ദേ വന്നിട്ടുണ്ടല്ലോ അതിന്റെ അകത്ത് ക്യാറ്റുമായിട്ടൊക്കെ. വെർബ് എന്താന്ന് നോക്കാം നമുക്ക്. വെർബ് എന്താ പറയുന്നേ? കാറ്റ്. കാറ്റ് പ്ലേ പറയുന്നത്. പ്ലേ പറയും. അപ്പൊ കാറ്റ് ആയാലും ദേ ആണെങ്കിലും പ്ലേ പറ്റുമല്ലോ. ഓക്കെ, പ്ലേ പറയാം. മാം അപ്പൊ ഡൗട്ട് ചെയ്തിട്ട് സബ്ജക്ട് ക്യാറ്റും ദേയും ആണോ? അതെ.
ഇറ്റല്ലേ മാം ഞാൻ പറഞ്ഞ ഇറ്റും ദൈവമാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഇറ്റായാലും കുഴപ്പമില്ല. പ്ലേ എന്തായാലും പറ്റും, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. അപ്പോ സബ്ജക്ട് ഇറ്റ് ആൻഡ് ദേ, വെർബ് പ്ലേ ആണ്. നസീറ ആരോടാ ചോദിക്കുന്നേ? മാം ഞാനതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ചോദിച്ചപ്പോരെ. ഇതോ മാം ഫസ്റ്റ് ഞാനതൊന്ന് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു നോക്കിയിട്ട് പിന്നെ ഒരാരോടെ ചോദിക്കും. ഇല്ല, ചോദിച്ചോളൂ, ഒരാളെ വിളിക്കൂ. ആരൊക്കെയാ ഉള്ളത്? സുമി മോളോ? വിളിച്ചു നോക്കി, റിപ്ലൈ വരോ നോക്കൂ. സുമി മോൾ, സുമി മോള് ഇല്ലാലോ. തൊയ്ബ, തൊയ്ബ ഉണ്ട്. തൊയ്ബ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഓരോരുത്തരുടെ കൊണ്ടിരിക്കാം. ആരാ പറയപ്പോ? രമ്യനെ വിളിക്കാം. രമ്യ പറയൂ രമ്യ. സബ്ജക്റ്റ് ഇറ്റും ദേ ആണോ? പ്ലേ വെർബ്. ഇറ്റ് പ്ലേ, ദേ പ്ലേ. ഇറ്റ് ഈസ് പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്. ഇറ്റ് സിമ്പിൾ പ്രസന്റ് എന്താ പറഞ്ഞേ? ഇറ്റ് പ്ലേ, ഇറ്റ് ഈസ് ഇറ്റ് പ്ലേ, ഇറ്റ് പ്ലേ ആണോ? ഇറ്റ് ഈസ് പ്ലേഡ്. ഇറ്റ് പ്ലേസ് അല്ലേ മാം? പ്ലേസ് ആണോ? പ്ലേസ്. പ്രസന്റ് കണ്ടിന്യൂസ്ലി ഇറ്റ് ഈസ് പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്. Present perfectly it has B3 and played ആണോ? പ്ലേഡ്. It has played, they are played. Present perfect continuously it has been playing, they have been playing. രമ്യ കറക്റ്റ് ആണ്. രമ്യ ചോദിക്കൂ. സബ്ജക്റ്റ് ഐയും ഷിയും. വെർബ് ഈറ്റ്. ഷീന്നാണോ പറഞ്ഞേ? ഷീ. SHEC. വെർബ് ഈറ്റ്. ഓക്കെ, ആരോടാ ചോദിക്കുന്നേ? രശ്മി. രശ്മി പറയൂ. ഐയും ഹിയും ഈറ്റ് അല്ലേ വെർബ്? രശ്മി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഇല്ല. ഇല്ല. എന്നായിരുന്നു മാം? ട്യൂസ്ഡേ ഞാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മള് പാസ്റ്റ് ടെൻസ് എടുത്തത്, പാസ്റ്റ് ഫ്യൂച്ചർ എടുത്ത ദിവസല്ലേ? അല്ല, നമ്മള് ഞാൻ ഉണ്ടായിരുന്നില്ല. പറയാൻ പറ്റും നോക്കൂ. നമ്മൾ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു. ഇപ്പോ രമ്യ പറഞ്ഞ ഐ ആൻഡ് ഹി, വെർബ് ഈറ്റ്, ഇത് വെച്ചിട്ട് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മൂന്നും പറയണം. നാലും പറയണം. സിമ്പിളില് ഐ ഈറ്റ് തന്നെ വരും. ഹി ഈറ്റ്സും വരും. സിമ്പിൾ പെർഫെക്റ്റില്, പ്രസന്റ് പെർഫെക്റ്റില് ഐ ആം ഈറ്റിംഗ് വരും. കണ്ടിന്യൂസ് ആണ്. സോറി. നെക്സ്റ്റ് എന്താ പറയണ്ടേ? സിമ്പിൾ അല്ല, പ്രസന്റ് കണ്ടിന്യൂസ്ലോ? സോറി, കണ്ടിന്യൂസ്ല് ഐ ആം ഈറ്റിംഗ്, ഹി ഈസ് ഈറ്റിംഗ്. പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില്
I have eaten ആണോ? I have eaten. He has eaten. ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Continuously, I have been eaten. He has been eaten. കറക്റ്റ്. സോ ഇനി രശ്മി ആരോടെങ്കിലും മിസ് വരുന്നേ എന്തോ ING ഫോം അല്ലേ ഹാവ് ബീന്റെ കൂടെ ആ ഏജിയല്ലേ പറഞ്ഞു. Eating. 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 ഏജി. ഓക്കെ. ഇനി രശ്മി ആരോടാ ചോദിക്കുന്നേ? ഞാൻ ആരോട് ചോദിച്ചാലും ഉത്തരം പറയണില്ലല്ലോ ആരും. റെസ്പോണ്ട് ആകെ 1-2 പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യണുള്ളൂ. വളരെ കുറവാണ്. ഞാനൊന്ന് നോക്കട്ടെ മിസ്, എനിക്കാരെയും അറിയുന്നില്ല. അശ്വൻ ഉണ്ടോ നോക്കാം. അശ്വൻ മാം അയ്യാ. അശ്വൻ ഉണ്ട്. അപ്പൊ ചോദിച്ചു രശ്മി സബ്ജക്റ്റും വെർബും. അശ്വിൻ ഹീയും ദേയും പിന്നെ വേർബ് വന്ന് റൈറ്റ്. സബ്ജക്ട് എന്താണ്? ഹീ ദേ. ഇത് രണ്ടിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഹീയോ അല്ലെങ്കിൽ ദേയോ പറഞ്ഞാൽ മതി. വേർബ് വന്നിട്ട് റൈറ്റ്. WRIT റൈറ്റ്. സിമ്പിൾ പ്രസന്റില് he write, they write. ഹി write, റൈറ്റ് ആണോ? അല്ല. writes. Present continuously he is written. No. കണ്ടിന്യൂസ് ആണ്. Writing. Yeah, right. He is writing. They are writing. Correct. Present perfectly they have. He ആദ്യം പറഞ്ഞു. And perfectly he have written. No. ഹീയുടെ കൂടെ എന്താ വരാ? Have. Has. Has written. And they had. they have ആണ്. They have written. Hmm. Present perfect continuous. We have right. അല്ല അശ്വിൻ, ആദ്യം പറഞ്ഞില്ലേ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയല്ലേ. അപ്പൊ പിന്നെ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. He have writing. അല്ല, ഒരു വേർഡ് മിസ്സിംഗ് ആണ്. അപ്പൊ he has written പറഞ്ഞില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂഷൻ വരുന്നതിനെ പറയുന്നത് he has been ആണ്. He has been writing. They has been writing. അല്ല ഡേക്ക് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. They have been. ഹീക്കും ഷീക്കും ഒക്കെ ഹാസ് യൂസ് ചെയ്യുമ്പോ ഡേക്ക് നമ്മൾ ഹാവ് ആറ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് ഈസ് യൂസ് ചെയ്യേണ്ട അടുത്ത് ഡേക്ക് നമ്മൾ ആർ യൂസ് ചെയ്യും, വീക്കും നമ്മൾ ആർ യൂസ് ചെയ്യും. അത് പ്ലൂറൽസ് ഇതായതുകൊണ്ട് ആർ യൂസ് ചെയ്യുന്നതാണ്. ഒന്നിൽ കൂടുതൽ പേര് പറയുന്നത് കൊണ്ട് ആർ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് അപ്പൊ ദേക്ക് എല്ലാം വി ഹാവ് ആണ്, സോറി ദേക്ക് ദേ ഹാവ് ആണ് പറയാട്ടോ നമ്മള്. അശ്വിന് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? കുറച്ച് ക്ലിയർ ആവുന്നുണ്ട്. കുറച്ച് ക്ലിയർ ആണ്. ഒരാളോട് ചോദിച്ചാൽ പറയോ? ശ്രമിക്കാമോ?
സ്പീക്ക് പറയൂ. വെറുതെ സ്പീക്ക്. Okay. സബ്ജക്ട് ഷീ വെച്ചിട്ട് പറയും. ഷീ. She speaks. ഉം. Present continuous. She is speaking. Yeah. Present perfectly. She have speaking. സ്പീക്കിന്റെ V3 ഫോം ഏതാ? സ്പീക്ക്. Speaking. സ്പോക്ക്. നോ. She have spoken. സ്പോക്കൺ. സ്പോക്കൺ. Present perfect continuous. She have been നോ. speaking. അല്ല, അവിടെ തെറ്റി. അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ. She have been. ഷീ ഹാവ് അല്ല, ആണോ? അശ്വിനെ, ഷീക്കും ഹീക്കും ഒക്കെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഷീയും ഹീയും ഇറ്റും ഹാസ് അല്ലേ യൂസ് ചെയ്യുന്നേ? അതെ അതെ അതെ. ആ 3 ഇതിന് നമ്മള് സബ്ജക്റ്റിന് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നു. ഷീയ്, ഹീയ്, ഇറ്റ്, ഇതിന് 3 നമ്മള് ഹാസ് യൂസ് ചെയ്യുന്നു. ബാക്കി ഐ, വി, യു, ദേ, ഇതിനെല്ലാം നമ്മള് ഹാവ് യൂസ് ചെയ്യുന്നു. കറക്റ്റ്. അശ്വിൻ എവിടെയെങ്കിലും നോട്ട് എഴുതി വെക്കും, മറക്കില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അശ്വിൻ. ഡൗട്ട് ഇല്ല, ഇത് കുറച്ച് തിരിഞ്ഞു പോയി അതാ. ഇപ്പൊ ക്ലിയർ ആയോ അശ്വിൻ? അവരോട് ചോദിക്കട്ടെ. ഹലോ അശ്വിൻ, നോട്ട് ചെയ്ത് വെച്ചോ? ഇത് ഇല്ല, ഒന്ന് പറയാവോ? നമ്മള് ഐ, വി, ദേ നമ്മൾ എന്ത് ചെയ്യും? ഹാവ് യൂസ് ചെയ്യും. ഐ, എഴുതിയോ? യു, ദേ. ഐ, യു, ദേ, വി. എഴുതി. ഷീ, ഹി, ഇറ്റ് ഹാസ് യൂസ് ചെയ്യും. അശ്വിൻ ഓക്കെ, എഴുതി. ഓക്കെ, ഇനി അത് മനസ്സിൽ നിന്ന് പറഞ്ഞു നോക്കിയത്. അശ്വിൻ അത് സ്ട്രക്ചർ പറയൂ ആദ്യം. സ്ട്രക്ചർ പറഞ്ഞു പഠിക്കും, എന്നിട്ട് നമുക്ക് വെർബ് പറയും. സ്ട്രക്ചർ പറഞ്ഞു നോക്കി. അനു, ആ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, അങ്ങനെ അശ്വിനെ കൊണ്ട് പറയിപ്പിക്കാം. ഏതിന്റെ മിസ്? നമ്മുടെ എല്ലാരും. ഓക്കെ അശ്വിൻ, സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. സബ്ജക്റ്റിന്റെ കൂടെ വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് വെർബിന്റെ V1. സ്പീക്ക് എന്നാണെങ്കിൽ സ്പീക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യും. വെർബ് കിട്ടിയോ? കിട്ടി. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നെക്സ്റ്റ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. ഹലോ കേൾക്കാം. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് എന്ന് പറയുമ്പം ഈസ്, ആം, ആറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആം എന്ന് പറയുന്ന ഐയുടെ കൂടെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യും. ദേ, വി എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യും. യു ഉണ്ട്, യു. യു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഹി റൈറ്റ് എന്നുള്ളതാണ് നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്ന വെർബ് എടുക്കുന്നെങ്കിൽ ഹി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തു. അപ്പൊ നമ്മൾ അതെങ്ങനെയാ പറയണ? എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസിന്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ സബ്ജക്റ്റും വെർബും വെച്ചിട്ട്. ഹി റൈറ്റിംഗ്. കേട്ടില്ല. ഹി റൈറ്റിംഗ് എന്ന് പറയും. പ്രസന്റ് കണ്ടിന്യൂസാ. അപ്പൊ നമ്മളിപ്പോ ഓക്സിലറി വെർബ് ചേർക്കണം എന്ന് പറഞ്ഞായിരുന്നു അതിന്റെ കൂടെ. അപ്പൊ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു. He is writing. ഓക്കെ, കറക്റ്റ്.
നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ അത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 വെർബിന്റെ V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഐ യു വി ദേയുടെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു. ഷീ ഹി ഇറ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു. ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്കിപ്പം ഒരു ഐ എന്ന് പറയുന്നതും ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഗോ എന്ന് പറയുന്ന ഒരു വെർബ് വെച്ചിട്ട് അതെങ്ങനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ ഒന്ന് പറയുന്നേ, ഒന്ന് പറയാവോ? എക്സാമ്പിൾ പറയാവോ? എന്തുവാ? ഐ ഷീ എന്ന് പറയുന്നത് രണ്ട് സബ്ജക്റ്റ് ആണ്. ഓക്കെ അതിന് ഞാൻ വെർബ് തരുന്നത് ഗോ എന്നുള്ളതാണ്. ഹലോ, ഐ ഗോ. അല്ല, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചറായി ഇപ്പൊ പറഞ്ഞ. അപ്പൊ അതിന് എക്സാമ്പിൾ പറയാനാ പറഞ്ഞു. ഐ വി അല്ലേ? ഹാവും ഹാസും വെച്ചിട്ട് ഐയും ഷീയും അത് തന്നേക്കുന്നത്. അശ്വിൻ, ഹലോ. ഐയും ഷീയും സബ്ജക്റ്റ്, ആ ഗോ വെർബ്. പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. ഐ ഹാസ് ഗോ. സ്ട്രക്ചർ എന്തോ? ഐ ഹാസ് ഗോ. തെറ്റ്. നമ്മൾ ഐയുടെ കൂടെ ഹാവേ ചേർക്കുള്ളൂ, ഹാസ് ചേർക്കൂല. ഹലോ, ഐ ഹാവ് ഗോ. ആ വി ഹാവ് ഗോ. ഷീ ആവർന്ന സബ്ജക്ട്. നെക്സ്റ്റ് ഷീ. We have- ഗോൺ. ഗോൺ ഗോൺ. V3 ആണ്. പറയാമോ? ഷീ വെച്ചിട്ടുള്ള ഒന്ന് പറയാവോ? ഷീ ഹാവ് ഗോൺ. ഹാസ്. ഷീ ഹാസ് ഗോൺ. ആ പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ നെക്സ്റ്റ് അത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ കൂടെ ബീൻ ചേർക്കണം, പ്ലസ് വെർബിന്റെ ING ഫോം ചേർക്കണം. കിട്ടിയോ? ആ കിട്ടി. സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കണം, അതിന്റെ കൂടെ ബീൻ പ്ലസ് ING വെർബിന്റെ ING ഫോം. കിട്ടിയോ? കിട്ടി. അപ്പൊ അതിന് ഞാൻ തരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. കുക്ക്. ഓക്കെ അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുവും ഹീയും വെച്ചിട്ട് പറഞ്ഞു. യുവും ഹീയുവാ. ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതിന്റെ വെർബിന്റെ ഫോം നോക്കണം, ING ആണ്. എന്നിട്ട് പറഞ്ഞു. കുക്കിംഗ്. കേട്ടില്ലടാ? യു ഹാസ് ബീൻ കുക്കിംഗ്. തെറ്റല്ലേ? അത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ യുവിന്റെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ ചേർക്കുന്നത്? ഹാവ്. അപ്പൊ ഒന്ന് പറഞ്ഞേ. യു ഹാവ് ബീൻ കുക്കിംഗ്. ആ പിന്നെ അടുത്ത ഹീ ആണ്. ഹിയ. ഹീ, HE ഹീ. ഹി ഹാസ് ബീൻ കുക്കിംഗ്. ഓ യെസ്, കറക്റ്റ്. ക്ലിയർ ആയോ അശ്വിൻ? ക്ലിയർ ആയ മാം? ഓക്കെ, ഒന്ന് അത്യാവശ്യം എഴുതിയെടുത്തില്ലേ? കുറച്ചെങ്കിലും എഴുതിയെടുത്തില്ലേ? ഒന്ന് പഠിക്കാം. ഓക്കെ അതായത് കുറച്ച് കഴിയുമ്പോ ഒന്നുകൂടി ചോദിക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയണേ. ഓക്കെ മാം പറയാം. ഓക്കെ, സോ ഇനി ആരാ പറയാ? ഹെലൻ. ഹെലൻ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇതേപോലെ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടോ ക്ലാസ്സില്? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാ, ക്ലിയർ ചെയ്ത് പോവാം. അതിപ്പോ അശ്വിന് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ആർക്കെങ്കിലും ഇനി അറിയത്തില്ലെങ്കിൽ ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലേ മിസ്?
എന്നാലും ഞാൻ എല്ലാ ദിവസവും ചോദിക്കുന്ന കാര്യമാണ്, പക്ഷെ ആരും ഉണ്ടാറില്ല. നമുക്ക് പഠിക്കണ്ടേ? അശ്വിന് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ചോദിക്കണം കേട്ടോ. ഓക്കെ മാം. ആരെങ്കിലും ഉണ്ടോ? ഇനി ഉണ്ടോ ഡൗട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഹരിത എന്നോടാണോ? ഹരിത രമേശ് ആണോ? അതെ അതെ, ചോദിക്കട്ടെ? ചോദിച്ചോ. സബ്ജക്റ്റ് ഹീയും ദേയും. ഹീ ആണോ? ഹി, HE. ആ കേട്ടോ? വെർബ് സ്ലീപ്പ്. സ്ലീപ്പോ? ആ, ദേയും ഹീയും സബ്ജക്റ്റ്, സ്ലീപ്പ്. വെർബ് സ്ലീപ്പ്. ഒന്ന് പറയോ? സിമ്പിൾ പ്രസന്റിൽ ഐ സ്ലീപ്പ്. കേട്ടില്ലടാ. സിമ്പിൾ പ്രസന്റിൽ ഐ സ്ലീപ്പ്. എടാ, സബ്ജക്റ്റ് ഹീയും ദേയും ആണ്. ഹീയും ദേയും ആണോ? ആ, ഹീ സ്ലീപ്പ്. സിമ്പിൾ പ്രസന്റ്. സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബ് ആണ്. ഹീ സ്ലീപ്പ്. യെസ്. പ്രസന്റ് കണ്ടിന്യൂസില് ദേ പറഞ്ഞില്ല. അതും പറയണോ? ആ, രണ്ടും പറയണം. വെച്ചാൽ നമ്മള് ഫ്ലൂറലും സിംഗുലറും പറയുന്നത്. ആ, they are sleep. സിമ്പിൾ പ്രസന്റ് ആണ്. they sleep. കറക്റ്റ്. ഹരിത they are. ഡൗട്ട് ഉണ്ടോ ഹരിത? മിസ്സേ, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാ ദേ ആറെന്ന് പറഞ്ഞ പ്ലൂറലിനകത്തല്ലേ, സിംഗുലറിനകത്ത് വരത്തല്ലേ? ആ, കണ്ടിന്യൂസില് ഓക്സിലറി യൂസ് ചെയ്യണ്ടേ? സബ്ജക്റ്റിന് കൂടെ ഓക്സിലറി യൂസ് ചെയ്യണം അല്ലേ? അപ്പോ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ എന്താ വരാ? ഹി ഈസ് ആണ് വരാം അല്ലെ? പ്ലൂറൽ ആണെങ്കിലോ ആറ് വരും അല്ലെ? അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? യു, വി, ദേ. ഇതിന്റെ കൂടെയാണ് ആറ് വരാം. ഹി, ഷീ, ഇറ്റിന്റെ കൂടെയാണ് ഈസ് വരാം. ഐ ആണെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് വരും? ആം വരും. ആം, അയാ അല്ലെ? അത് കണ്ടിന്യൂസിലാണ് പറയണ്ടേ. അതായത് ഹീസ് റൈറ്റിംഗ്, ദേ ആർ റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ്, അങ്ങനെ വരും. ഇനി പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റില് ഐ, യു, വി, ദേ ഇത്രയും സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും ഹാവ് ആണ് വരാം. ഹാവ്. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് ആണ് വരാം. ഓക്കെ, അത് ക്ലിയർ ആയി. ദെൻ പെർഫെക്റ്റ്ലി തന്നെ വെർബ് നമ്മൾ എപ്പോഴും V3 യൂസ് ചെയ്യണം. V1, V2, V3 ലാസ്റ്റ് വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോഡ്, റിട്ടേൺ. അപ്പൊ ഇതിൽ ഏതാണ് V3? ഏതാണ്? റൈറ്റ്, റോട്ട്, റിട്ടേൺ. റിട്ടേൺ. അപ്പൊ ഇതിൽ V3 ഏതാണ്? റൈറ്റ് ആണോ റോട്ട് ആണോ റിട്ടേൺ ആണോ? റിട്ടേൺ ആണ്. അപ്പൊ പെർഫെക്റ്റ്ലി എന്താ വരാ? ഹി ആണെങ്കിൽ ഹി ഹാസ് റിട്ടേൺ. ഐ ആണെങ്കിൽ ഐ ഹാവ് റിട്ടേൺ. ഓക്കെ, ഇതിപ്പോ കണ്ടിന്യൂസ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും സബ്ജക്റ്റിന്റെ കൂടെ. ദെൻ ബി യൂസ് ചെയ്യണം അവിടെ. BEEN, ബി. ദെൻ ഐ യൂസ് ചെയ്യാം. അപ്പോ ഹി ആണെങ്കിൽ ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, ദേ ആണെങ്കിൽ ദേ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് വരും. ക്ലിയർ ആണോ?
Clear. So he and they are subject. Okay, he and they subject. Verb ഏതാ പറഞ്ഞത്? സ്ലീപ്. സ്ലീപ്പ് ആണ് verb. സ്ലീപ്പ്, ഉറങ്ങുക, സ്ലീപ്പ്. ഓക്കെ, അപ്പൊ പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ടെൻസ് വെച്ചിട്ട് ഒന്ന് പറഞ്ഞേ. പ്രസന്റ് സിമ്പിളിൽ he is sleep. നോ, സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. അപ്പൊ he sleep. സ്ലീപ്പ് അല്ലടാ, സ്ലീപ്സ് വരും. സ്ലീപ്സ് വരും. ഈ സിംഗുലർ ആണ്, അപ്പൊ സബ്ജക്ട് വെർബും സിംഗുലർ ആയിരിക്കണം. വെർബ് സിംഗുലർ ആവണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ he sleeps. they ആണെങ്കിലോ they sleep. yeah, they sleep. അപ്പൊ സിമ്പിൾ പ്രസന്റില് he sleeps, they sleep. ഓക്കെ, കണ്ടിന്യൂസ് പറഞ്ഞേ. പ്രസന്റ് കണ്ടിന്യൂസ്. he is sleeping. he is sleeping. they are sleeping. yeah, they are sleeping. okay, ഇനി പെർഫെക്റ്റ് പറയൂ. they have sleep. V3 ഫോം വരണ്ടേ? സ്ലീപ്പിന്റെ V3 ഫോം ഏതാ? സ്ലീപ്പിംഗ് ആണോ? സ്ലീപ്പിന്റെ V3 ഫോം ഏതാ? സ്ലെപ്റ്റ് ആണ്. ഹരിത പറഞ്ഞത് ശരി ഹരിത. പിന്നെ മാറ്റി, അതായത് സ്ലീപ്പിംഗ് ആണോ ചോദിച്ചിട്ട് പിന്നെ രഹസ്യമായിട്ട് ചോദിക്കണം സ്ലെപ്റ്റ് ആണോന്ന്. സ്ലെപ്റ്റ് ആണ്. സ്ലെപ്റ്റ് ആണ്, പറഞ്ഞോളൂ. they have slept. yeah, they have slept. he has slept. yeah, he has Correct. slept. correct. ഇനി കണ്ടിന്യൂസ് പറയൂ, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. they have been sleeping. he has been sleeping. yeah, Correct. correct അല്ലേ? yeah. ഇനി ഒരു വെർബും കൂടെ അതിനോട് പറഞ്ഞു കൊടുക്കൂ. ഹരിത പറയും, നീ കറക്റ്റ് ആയിട്ട് പറയും. V3 ഫോം കണ്ടിന്യൂസ് പറയണം. ഓക്കെ, വെർബ് പറയൂ. വെർബ് പ്ലേ പറയാം. സബ്ജക്ട് ഇത് തന്നെ, ഡേയും ഹീയും തന്നെ. ഓക്കെ, ഇനി അതിന്റെ വെർബ് എന്ന് പറയുന്നത് പ്ലേ ആണ്. അന്ന് പറഞ്ഞേ. പ്രസന്റ് സിമ്പിൾ he play. they play. പറഞ്ഞേ. he plays. they play. Yes. present continuous they are playing. he is playing. present still have അവിടെ വരുമ്പോ സ്റ്റക്ക് ആണെന്താ? V1 V2 V3 പഠിക്കൂ. പ്ലേ, 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 പ്ലേഡ്, പ്ലേഡ്, പ്ലേഡ്. playing ആണോ? പ്ലേഡ്, പ്ലേഡ്. പ്ലേഡോ? എനിക്ക് V3 ഫോം അറിയത്തില്ല, എനിക്ക് അത് പഠിക്കണം. V3 ഫോം ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരും പഠിക്കാനായിട്ട്. പറയൂ, പെർഫെക്റ്റ് പറയൂ. they have played. Hmm. he has played. Correct. Continuously he has been playing. they have been playing. Correct. പഠിച്ചു. okay. ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാലല്ലേ അത് ക്ലിയർ ആവുള്ളൂ, അല്ലേ? V3 ഫോം പഠിക്കണം. എല്ലാവർക്കും ഡൗട്ട് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റില് V3 ഫോം വരുന്നതാണ് ഡൗട്ട് വരുന്നത്. അതില് എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ തന്നെ പഠിക്കണം. ഓക്കെ, പഠിക്കാം. ഓക്കെ, അപ്പൊ ഡൗട്ട് ക്ലിയർ ആയി. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല. ഡൗട്ട് ഇല്ല മാം, ഇതുവരെ എല്ലാം ക്ലിയർ ആണ്. ആരെങ്കിലും പറയാത്തവരുണ്ടോ? മിസ്സേ ഞാൻ രണ്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ലായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാക്കി തരാലോ. ഇനിയിപ്പൊ ആരാണ് പറഞ്ഞു കൊടുക്കുക? ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അനു കുറെ പറഞ്ഞു കൊടുത്തു, അനുവിന് ഇൻട്രസ്റ്റ് എടുക്കട്ടെ. ഇനി ആരാ പറയാ? ഇപ്പൊ ആരാ പറഞ്ഞു കൊടുക്ക? ഹരിത എന്ന് പറഞ്ഞു കൊടുത്തേ, ഹരിതയ്ക്ക് മനസ്സിലായ കാര്യം. അല്ലേ മിസ്? അല്ലെങ്കിൽ അശ്വിൻ പറ. അശ്വിൻ പോയോ? മനസ്സിലായത് അതായത് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്യാനുള്ളൊരു ചാൻസ് ആണ്. മിണ്ടാതിരിക്കണ്ട കേട്ടോ, ഹരിത ആയാലും അശ്വിൻ ആയാലും. ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. ഒരാൾ സംശയം ചോദിച്ച് പറഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും പറയും, പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആരുല്ലേ? ഇല്ലില്ല, ഇവര് ഇത്രയും എത്ര ദിവസമായിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു. നമുക്ക് മിസ് ഇന്ന് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ തന്നേക്കുന്ന ചാൻസാ, നമ്മളത് വിനിയോഗിക്കണം. എന്നാലല്ലേ നമ്മൾ എന്തോരം പഠിച്ചു, നമുക്ക് എന്തോരം ക്ലിയർ ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാൻ മിസ്സിന് പറ്റുള്ളൂ. ഡൗട്ട് ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ ആരെങ്കിലും ചെയ്യുമെന്ന് നോക്കാം. ചിലപ്പോ കേൾക്കാണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണോ എന്ന് അറിയില്ലല്ലോ. അനുപ്പോ പറഞ്ഞു കൊടുത്തപ്പോ കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ? യെസ് മാം, ക്ലിയർ ആയി. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്തോറും നമ്മൾ കൂടുതൽ പഠിക്കുകയുള്ളൂ. ഈ ഒരു ഭാഗം നല്ലപോലെ എനിക്ക് ക്ലിയർ ആയി. പ്രസന്റ് ആ ടെൻസ് എനിക്ക് നല്ലപോലെ ക്ലിയർ ആയി. ഇനിയിപ്പോ അതിൻ്റെ അകത്തൊരു ഡൗട്ട് ഇല്ല. അത് ഹീയുടെ കൂടെ ഷീയുടെ കൂടെയും ഹാസ് ചേർക്കണം, പിന്നെ ഹാവ് ബീൻ, ഹാസ് ബീൻ, അതെന്താന്നുള്ളതെല്ലാം ക്ലിയർ ആയി. എനിക്കിപ്പോ രണ്ടു ക്ലാസ്സിനോട് കൂടി നന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാനിപ്പോ ആൻസർ പറയാം. അത്രയും കോൺഫിഡൻസ് ആയി. കണ്ടോ? ഇനിയിപ്പോ ആരും പറഞ്ഞു കൊടുക്കാം? രശ്മിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സൈബക്ക് എന്താണ് മിസ് പറയാൻ പറ്റുമോ? ഇപ്പൊ പ്രസന്റ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ പറയാലോ. പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോ ഐക്കും അങ്ങനെ പറയാനാണോ? ഇപ്പൊ പറഞ്ഞത് സെയിം റിപ്പീറ്റ് ചെയ്യാനാണോ? തൊയ്ബക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്താണോ ഡൗട്ട് അല്ല, എന്താ ഡൗട്ട് ചോദിച്ചത്? എനിക്കത് ക്ലിയർ ആയില്ലായിരുന്നു, എനിക്കൊന്ന് ബ്രേക്ക് ആയിരുന്നു അതിന്റെ ഇടയില്. തൊയ്ബ് ചോദിച്ചു, തൊയ്ബ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ തൊയ്ബക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രസന്റ് എല്ലാ ടെൻസില്ലേ, പ്രസന്റ്, ഇൻഡെക്സിംഗ്, പ്രസന്റ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, ആ സ്ട്രക്ചേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് തൊയ്ബിനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാം. നമ്മൾ അശ്വിനി ചെയ്ത പോലെ തന്നെ തൊയ്ബിനെ ക്ലിയർ ആക്കാം. ഇതിൽ നമ്മള് സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങള്, സിംഗുലറും പ്ലൂറലും ആദ്യം എന്താണെന്ന് അറിയാലോ അല്ലെ? ഇല്ല മിസ്സേ, കേൾക്കുന്നുണ്ട്. അല്ല, സിംഗുലറും പ്ലൂറലും എന്താന്ന് അറിയോന്നാ ഞാൻ ചോദിച്ചേ. കുറച്ചൊക്കെ വേർഡ്സ് വരുമ്പോ അത് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ കുറിച്ച് പറയുന്നത്, ഒരാള്, ഒരു സാധനം, അങ്ങനെയൊക്കെ നമ്മൾ എ പെൻ അല്ലെങ്കിൽ ഞാൻ മാത്രം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സിംഗുലർ ആണ്, ഞാൻ ഒറ്റയ്ക്കുള്ളതാണ്. ഹി, ഷീ എന്നൊക്കെ പറയുമ്പോൾ ഒരാളെ മാത്രം പറയണതാണ്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ കൂടുതൽ പേരെ, അവർ അല്ലെങ്കിൽ നമ്മൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ദേ, വി എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ പ്ലൂറൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രശ്മി, അങ്ങനെ പറയുമ്പോ നമ്മള് സബ്ജക്ട് വൈസ് നോക്കുമ്പോ IUVDയുടെ കൂടെ അത് നമ്മുടെ ആ ഗ്രൂപ്പിനെ എപ്പോഴും പ്ലൂറലായിട്ട് കാണാം.
അത് ഐ ഞാനൊറ്റക്ക് ആണെങ്കിലും ആ ഗ്രൂപ്പ് എപ്പോഴും പ്ലൂറലായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഐ യു വി ദേ അതിന്റെ കൂടെ നമ്മള് വെർബ് വരുമ്പോ എന്താ പറയാ? സ്പീക്സും ഇതേ ഇപ്പൊ എസ് കൂട്ടിയിട്ട് പറയും. എസ് കൂട്ടില്ല, പ്ലൂരലിന്റെ കൂടെ എസ് കൂട്ടില്ലല്ലോ. സോറി, സിംഗുലറിന്റെ കൂടെ സോറി. അപ്പൊ ഐ യു വി ദേ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എപ്പോഴും പ്ലൂറലാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. ഓക്കെ, പറയുന്നതന്നെ എഴുതിയെടുക്കൂ. സോ ക്ലിയർ ആവുമല്ലോ. അപ്പൊ ഐ യു വി ദേ എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്ലൂറലാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഹി ഷീറ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ വെർബ് സിംഗുലർ ആയിരിക്കും. വെർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ തൊയ്ബ? ഒന്നുകൂടി പറ മിസ്സേ, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഐ യു വി ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വെർബും പ്ലൂറൽ ആയിരിക്കണം. യൂസ് ചെയ്യുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ഹി ഷീ ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. യൂസ് ചെയ്യുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. വെർബ് സിംഗുലർ ആവണമെങ്കിൽ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. അതായത് റൈറ്റ് എന്ന് പറയുന്ന വെർബ് ആണെങ്കിൽ ആ റൈറ്റ് എന്ന് പറയുന്ന വെർബ് സിംഗുലർ ആവണമെങ്കിൽ എസ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? റൈറ്റ്സ് എന്ന് വരും. റൈറ്റ്സ്. ഓക്കെ, മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്ക. ഷീ ഈ ഇറ്റിന്റെ കൂടെ വെർബ് റൈറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം അങ്ങനെ പറയും. ചിലപ്പോ പിന്നെ അല്ലേ മാറിപ്പോവും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ തൊയ്ബ? യെസ് യെസ്. ഓക്കെ, അപ്പൊ രശ്മി കണ്ടിന്യൂ ചെയ്യും. അപ്പൊ സിംഗുലറും പ്ലൂറലും ക്ലിയർ ആയി. കണ്ടിന്യൂ ചെയ്യും. കേൾക്കാമോ? കേൾക്കാം. സിമ്പിൾ പ്രസന്റില് നമ്മള് ഹി ഷീ ഒക്കെ യൂസ് ചെയ്യുമ്പോ സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെ പറയാ, വെർബിന്റെ കൂടെ സോറി, വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യും. എക്സാമ്പിളും കൂടെ. ഇപ്പൊ ടേക്ക് ആണെങ്കിൽ ടേക്സ് എന്ന് പറയും, സ്പീക്ക് ആണെങ്കിൽ സ്പീക്സ് എന്ന് പറയും. എനിക്ക് മിസ് പറഞ്ഞു കൊടുക്കണ പോലെ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് അറിയുന്നില്ല. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാന്നല്ലാണ്ട് എനിക്കിങ്ങനെ ക്ലാസ് പോലെ പറയാൻ എനിക്ക് കിട്ടണില്ല കേട്ടോ. ഞാൻ പറയാമോ തൊയ്ബ? അപ്പോ പ്രസന്റ് സിമ്പിളില് സ്ട്രക്ചർ എന്താന്ന് വെച്ചാല് സബ്ജക്ട് പ്ലസ് V1. സ്ക്രീനിൽ നോക്കൂ, സ്ക്രീനിൽ സബ്ജക്ട് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്റ്റിന്റെ കൂടെ കാണുന്നില്ലല്ലോ. ഞാൻ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് ആഡ് ചെയ്യുമ്പോ എസ് അത് പറയാൻ വന്നപ്പോഴാണ് വെർബിന്റെ കൂടെ എന്ന് പറഞ്ഞത്. മിസ്സേ സ്ക്രീനിൽ കാണുന്നില്ല. സ്ക്രീനിൽ കാണുന്നില്ലയോ? ഈ കണ്ടോ, ഈ പോർഷൻ മാത്രമേ ഉള്ളൂ, സ്ട്രക്ചർ മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? മിസ്സേ ഫോണില് സ്ക്രീൻ കാണുന്നില്ല. ആണോ? ഇപ്പോ അനുവിന്റെ സ്ട്രക്ചേഴ്സ് എല്ലാം എഴുതി നോട്ട് ഉണ്ടോ? എന്തെങ്കിലും തൊഴിൽപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇപ്പൊ അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നോട്ട് അനു ഷെയർ ചെയ്ത് തരും തൊയ്ബ. അപ്പൊ സ്ട്രക്ചേഴ്സ് എല്ലാം ക്ലിയർ ആകും. സോ ആ സ്ട്രക്ചർ ആദ്യം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? നമ്മുടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട് തൊയ്ബ. ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, കട്ടായി പോകണ്ട മിസ്സേ. പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും തൊയ്ബക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അനു? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കുറച്ച് പേരുള്ളൂ. അന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് അതിന്റെ തൊള്ളു നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ്സിലുള്ള. എന്നെ കൂടി ഒന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ, എന്റെ നമ്പർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം മെസ്സേജിൽ. അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ തൊയ്ബക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ് മിസ്. സോ ഇത് കഴിഞ്ഞു.
ഇനി കുറച്ച് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം നമുക്ക്. പ്രസന്റ് Yes, ma'am. വെച്ചിട്ടേ ഞാൻ പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പറഞ്ഞു തന്നിരുന്നോ? നമ്മൾ അന്ന് കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾ 8 മണി മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഏത് ടെൻസിലാണ്. അതുപോലെ Yeah. അവൾ 3 വർഷമായിട്ട് ഇപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് മലയാളം പറയുമ്പോ എല്ലാ ടെൻസിന്റെയും മലയാളം. പ്രസന്റ് സിമ്പിൾ എന്താ വരാ? ഞാൻ എഴുതുന്നു. മനസ്സിലായോ? ഞാൻ എഴുതുന്നു എന്ന് പറയാറ് സിമ്പിൾ പ്രസന്റ്. ഞാൻ എഴുതുന്നു, ഐ റൈറ്റ്. ഓക്കെ. കണ്ടിന്യൂസ് ആകുമ്പോ എന്താ? ഞാൻ എഴുതുകയാണ്, ഞാൻ എഴുതുകയാണ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ്ലി എന്ത് വരും? ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക, ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ്. ഇനി കണ്ടിന്യൂസ് വരുമ്പോ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനല്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റും കണ്ടിന്യൂസും മനസ്സിലാക്കാം. എന്താണ് പെർഫെക്റ്റ്ലി? ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഉണ്ട് 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 എന്ന് വരുമ്പോ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അത് ട്രിക്കാണ് കേട്ടോ, അത് എന്റെ വക ഒരു ടിപ്പാണ്. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. കണ്ടിന്യൂസില് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പോ കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് അല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വരും. ക്ലിയർ ആണോ? അതിപ്പോ നമ്മൾ മലയാളം പഠിക്കും. ഓക്കെ. സോ ഇപ്പോ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഐ ഹാവ് റിട്ടൺ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഇത്ര മണി മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വരുള്ളൂ. നമ്മുടെ കാര്യം പറയുമ്പോ ഞാൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നേ പറയുള്ളൂ, അല്ലെ? പൊതുവെ അങ്ങനെ നമ്മൾ പറയാറ്. അവിടെ എപ്പോഴും ഒരു ടൈം എന്തെങ്കിലും മെൻഷൻ ചെയ്യും, ഒരു കാലയളവ് എപ്പോഴും മെൻഷൻ ചെയ്യും. ഞാൻ ഇത്ര മണി മുതൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രാവിലെ മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ നമ്മ? പറയാറുണ്ടോ? അങ്ങനെ പറയുമ്പോ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഞാൻ 8 മണി മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ എങ്ങനെ വരും? have been working. I have been working since 8 o'clock. ഞാൻ 8 മണി മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been working since 8 o'clock. മനസ്സിലായോ? അങ്ങനെ വരും. നമ്മൾ പൊതുവെ മലയാളം പറയുന്നത് അങ്ങനെയാണ്, അല്ലെ? ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ ഇവിടെ എഴുതുകയാണ് എന്ന് പറയുമ്പോ. അങ്ങനെ പറയുമ്പോ എന്താണ്? കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അല്ലെ? ഞാൻ എഴുതുകയാണ് എന്ന് പറയുമ്പോ റൈറ്റിംഗ്. ഞാൻ എഴുതുകയാണ്, ഞാൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? I have been writing since morning. Yeah, I have been writing since morning. ഞാൻ രാവിലെ മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഞാനത് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയും? ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. I have doing അല്ല, I have done. Yeah, have done. ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആയോ എല്ലാവർക്കും? പറയൂ. Yes, ma'am. Yeah. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഈയിടെയായിട്ട് അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറയും. ഈയിടെയായി അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എങ്ങനെ വരും? ഈയിടെയായി അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. She has studied.
പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിലാ വരാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലിയാ വരാം കേട്ടോ. ഈയിടെയായി നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈയിടെയായിട്ടാണ്, മനസ്സിലായോ? ആ studying നന്നായി. He has been നന്നായി എന്നല്ലേ? അപ്പം നന്നായിട്ട് വൊക്കാബുലറി ഞാൻ പറഞ്ഞിരുന്നു. വൊക്കാബുലറി നോക്കിയിട്ട് വന്നോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പറയൂ. ഷി ഹാസ് ബീൻ സ്റ്റഡിങ് വെൽ നൗഡേയ്സ് അല്ലെങ്കിൽ ലേറ്റ്ലി അങ്ങനെ പറയില്ലേ? അപ്പൊ ഈ അടുത്തായി എന്നൊക്കെ പറയുമ്പോ റീസെന്റ്ലി വരും. ഷി ഹാസ് ബീൻ സ്റ്റഡിങ് വെൽ എന്ന് പറഞ്ഞാൽ അവൾ നന്നായി പഠിക്കുന്നുണ്ട്. ലേറ്റ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ നൗഡേയ്സ് എന്ന് പറയാം. അതിപ്പോ നമ്മൾക്ക് റീസെന്റ്ലി പറയാം, ലേറ്റ്ലി പറയാം. അപ്പൊ എഴുതാ ഈയിടെയായി അല്ലെങ്കിൽ ഈ അടുത്തായി എന്ന് വരുമ്പോ റീസെന്റ്ലി, ലേറ്റ്ലി ഇത് രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഈ അടുത്തായി എന്ന് പറയുമ്പോ റീസെന്റ്ലി ആൻഡ് ലേറ്റ്ലി. റീസെന്റ്ലി ആൻഡ് ലേറ്റ്ലി ഇത് രണ്ടും പറയും. ഓക്കെ, അപ്പൊ എന്താ പറയാ? റീസെന്റ്ലി ആദ്യം യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റീസെന്റ്ലി ഷി ഹാസ് ബീൻ സ്റ്റഡിങ് വെൽ എന്ന് പറയുന്ന കാര്യം മനസ്സിലാവും. ഈ അടുത്തായിട്ട് അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. വൊക്കാബുലറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5 അറിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. വൊക്കാബുലറി അറിയാണ്ട് നമുക്ക് ടെൻസും വേണം, വൊക്കാബുലറിയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങള് ആദ്യം ടെൻസ് ഏതാണ് നോക്കാം. ടെൻസ് ഏതാ നോക്കിയിട്ട് സെന്റൻസ് പറയാം. ഓക്കെ, വൊക്കാബുലറി ഞാൻ കഴിഞ്ഞ ദിവസം നോക്കാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും നോക്കിക്കൊണ്ട് വന്നോ? ഉണ്ട് മാം. ഉണ്ട്, പറയൂ. ഏറ്റവും എന്നൊക്കെ പറയുമ്പോ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ പറയുമ്പോ ദ മോസ്റ്റ്. പിന്നെ ഒട്ടും അല്ലെങ്കിൽ തീരെ എന്നൊക്കെ പറയുമ്പോ അറ്റ് ഓൾ. അല്പം എ ബിറ്റ് അല്ലെങ്കിൽ എ ലിറ്റിൽ ബിറ്റ് അങ്ങനെയൊക്കെ പറയാം. നിരവധി ന്യൂമറസ് അല്ലെങ്കിൽ സെവറൽ. പിന്നെ വളരെ വലിയ ഹ്യൂജ്. അങ്ങനെ 5 എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോ വൊക്കാബുലറി നോക്കിയിട്ട് വരണം. ക്ലാസ്സിൽ ഏറ്റവും ആദ്യം നമുക്ക് വൊക്കാബുലറി പഠിക്കാം. ഓക്കെ, കേട്ടോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, ഇത് എഴുതിയെടുക്കുന്നുണ്ടോ? ഗ്രൂപ്പില് കൊടുത്തോളൂ കേട്ടോ. മനോ, അടുത്ത ക്ലാസ് തുടങ്ങില് എല്ലാവരും നോക്കിയിട്ട് വരാം. വൊക്കാബുലറി പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ് മാം. പാസ്റ്റ് തൊട്ടുള്ള നോട്ടും കൂടെ ഒന്ന് ഇടണേ. പാസ്റ്റ് ഒക്കെ എടുക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് ഇതാവട്ടെ. അല്ല, നോട്ട് തന്നിട്ടില്ലായിരുന്നു നമുക്ക്. നോട്ടും തരാം. ഓക്കെ, സോ മൈൻഡ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.